പനി ബാധിച്ചു മരിച്ച പാർട്ടി പ്രവർത്തകനെ മദ്യപാനിയാക്കി ചിത്രീകരിച്ച സിപിഎം മുഖപത്രം. ആലപ്പുഴ കഞ്ഞിക്കുഴി സ്വദേശി ജയപ്രസാദിന്റെ മരണമാണ് സർക്കാരിന്റെ മുഖം രക്ഷിക്കാൻ മദ്യപാനം മൂലമാണെന്ന് ചിത്രീകരിച്ച് ദേശാഭിമാനി രംഗത്ത് വന്നത്. പത്രത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇത്തരം പ്രസ്ഥാനത്തിൽ ഇനി വിശ്വസിച്ചിട്ട് കാര്യമില്ലെന്നും സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ ജയപ്രസാദിന്റെ സഹോദരൻ വിപിൻ ദാസ് ജനം ടിവിയോട് പറഞ്ഞു. ഈ മാസം 21-ാം തീയതിയാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ വെച്ച് ആലപ്പുഴ കഞ്ഞിക്കുഴി സ്വദേശി ജയപ്രസാദ് മരിക്കുന്നത്. പനി മൂലമാണ് ഇദ്ദേഹം മരിച്ചതെന്ന ആശുപത്രി അധികൃതരുടെ റിപ്പോർട്ടാണിത്. എന്നാൽ വസ്തുത ഇങ്ങനെയായിരിക്കെയാണ് ജയപ്രസാദിനെയും കുടുംബത്തെയും അപമാനിക്കുന്ന രീതിയിൽ അമിത മദ്യപാനം മൂലമാണ് ഇദ്ദേഹം മരിച്ചതെന്ന് ദേശാഭിമാനി വാർത്ത നൽകിയത്. ഇതിനെതിരെ സിപിഎമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ ജയപ്രസാദിന്റെ സഹോദരൻ വിപിൻ ദാസ് രംഗത്തെത്തിയിരിക്കുകയാണ്. മറ്റു മാധ്യമങ്ങൾ പനിമരണമാണെന്ന് പറയുമ്പോൾ സ്വന്തം പാർട്ടി പത്രം മാത്രം അപമാനിച്ചതിലുള്ള രോഷവും നീരസവും അദ്ദേഹം മറച്ചുവെച്ചില്ല. കഞ്ഞിക്കുഴിയെ സംബന്ധിച്ചിടത്തോളം പണക്കാരുടെ പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്നു. കുറെ മാഫിയകളുടെ കയ്യിലേക്ക് പാർട്ടി പോകുന്നുണ്ടോ എന്ന് വളരെ സംശയമുണ്ട്. അത് ഈ ഒരു കാര്യത്തോടുകൂടി ഞങ്ങൾക്ക് ബോധ്യമായി. ഇങ്ങനെയല്ലേ ഓരോ കുടുംബങ്ങളും പാർട്ടി വിട്ടു പോകാനുള്ള കാരണം. പാർട്ടി കുടുംബമായ ഞങ്ങളോട് പാർട്ടി ഇതാണ് കാണിക്കുന്നതെങ്കിൽ സാധാരണക്കാരനോട് എങ്ങനെയായിരിക്കും പാർട്ടിയുടെ പ്രതികരണം? ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിൽ ഇനി വിശ്വസിച്ചിട്ട് കാര്യമില്ല. നമുക്ക് തീർച്ചയായും ബോധ്യമുണ്ട്. അതുകൊണ്ട് അതിന്റെ വഴിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. പനിമരണമുണ്ടായാൽ അത് സർക്കാരിനെയും ഇടതുമുന്നണി ഭരിക്കുന്ന പഞ്ചായത്തിനെയും ദോഷകരമായി ബാധിക്കും. ഇതാണ് മരണകാരണം മദ്യപാനമാക്കാൻ ദേശാഭിമാനിയെ പ്രേരിപ്പിച്ചതെന്നും വിപിൻ ദാസ് പറയുന്നു. കള്ളവാർത്ത പ്രചരിപ്പിച്ച് നാണക്കേടുണ്ടാക്കിയ പത്രത്തിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ഈ പാർട്ടി കുടുംബം. ക്യാമറമാൻ സജിത്തിനൊപ്പം അരുൺ കൊടുങ്ങൂർ, ജനം, ആലപ്പുഴ.